കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അത് നിനക്കെങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും? ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ സ്ത്രീക്കൊരു ഭാവമാറ്റം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതെന്താ ശരിയല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ അയാളെ വേദനിപ്പിച്ചിട്ടും അയാളൊന്നും പറഞ്ഞില്ലല്ലോ. ശ്രീ ശിവയെ നോക്കി ചോദിച്ചതും അവനില്ലെന്ന് തലയാട്ടി. അത് കണ്ടതും ശ്രീ ഒരു പുഞ്ചിരിയോടെ തുടർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതാവും നിങ്ങൾക്ക് സംശയം. ഒരിക്കൽ തലനാലിലേക്ക് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഇരയാണ് ഞാനും. എനിക്കറിയാം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം കേട്ട് ഒരുപാട് ചോദ്യവും സംശയമൊക്കെ ഉണ്ടാകുമെന്ന്. ഒന്നും ഇപ്പം എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും പറയാനാകില്ല. എല്ലാം ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മറവിക്ക് വിട്ടുകൊടുത്ത പാതിയടഞ്ഞ അധ്യായങ്ങളാണ്. ശ്രീ പറഞ്ഞതൊക്കെ കേട്ട് ശിവ അവളെ തന്നെ നോക്കി. ഇതുവരെ കണ്ട സ്ത്രീയിൽ നിന്നും വളരെ വ്യത്യസ്തമായ സ്ത്രീയായിരുന്നു അപ്പം അവൻ്റെ മുന്നിൽ. എന്നെ എങ്ങനെ നോക്കുന്നേ? എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണോ? ശ്രീ ശിവയുടെ നോട്ടം കണ്ടതും അവൾക്കില്ലാത്ത നാണെന്ന വികാരത്തിൻ്റെ എക്സ്പ്രഷൻ വാരി ഉതറിക്കൊണ്ട് ശിവയോട് ചോദിച്ചു. നോക്കാൻ പറ്റിയൊരു ചാളുക്ക് എന്താ എനിക്കൊരു കുറവ്? ദൈവം എനിക്ക് സൗന്ദര്യം വാരിക്കോരി തന്നതിൻ്റെ അസൂയല്ലോട് കാലം തനിക്ക്. പിന്നെ അസൂയപ്പെട്ടൊന്നും ഒരു കാര്യമില്ല. ഇതേ പരമ്പരാഗതമായി കൈമാറി കിടുന്ന ഒന്നാണ്. പിന്നെ നിന്റെ പറച്ചി കേട്ടാ തോന്നല്ലോ നിന്റെ മുന്നിൽ ഐശ്വര്യറായി ഒന്നുമല്ലെന്ന്. കൊച്ചു കള്ളൻ ഒക്കെ കണ്ടുപിടിച്ചല്ലേ? എങ്ങനെ പറ്റുന്നടാവോ നിനക്കിതിന്? ഡേയ്, ശ്രീ ശിവയുടെ താളിയിൽ പിടിച്ച് വലിച്ച് കളിയാൽ ചോദിച്ചതും ശിവവേദനക്കിടയിലും മുറക്ക് വെച്ചതും ശ്രീ അപ്പോഴേക്കും ആ പഞ്ചായത്ത് വിട്ടിരുന്നു. ഇങ്ങനെ ഒരു പാട്ട് ചില സമയത്ത് സംസാര പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തോന്നും ഇത് ഇത്തിരി ബുദ്ധിയും പക്വതയൊക്കെ ഉണ്ടെന്ന്. എന്നാൽ അതൊക്കെ വെറും തോന്നലാന്ന് അവളുടെ പെരുമാറ്റത്തിന് കാട്ടിത്തരും. തീരെ ബുദ്ധിയില്ലാത്ത സാധനമാണ്. ഇത് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയി? ശിവ താടിയൊഴിഞ്ഞ് ശ്രീ പോയ വഴിയെ നോക്കിക്കൊണ്ട് പെറുപെറുത്ത് ചേരിലേക്ക് ചാരിയിരുന്ന് കണ്ണുകളടച്ചു. അപ്പോഴും അവൻ്റെ മനസ്സിൽ ശ്രീ പറഞ്ഞതൊക്കെ കേട്ട് പല സംശയങ്ങളും ഉദിച്ചു വന്നെങ്കിലും എല്ലാം അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ തൽക്കാലം മൂടിവെച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഓഫീസിൽ തിരക്കിട്ട ജോലി ചെയ്യുമ്പോഴാണ് ശിവയെ തേടി നെറ്റ് നമ്പറിൽ നിന്നും കോള് വന്നത്. ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും വീണ്ടും വീണ്ടും ആ കോള് വന്നതും ശിവ ചെയ്യുന്ന ജോലി നിർത്തി ഈർഷ്യയോടെ കോളെടുത്ത് ശിവയോട് ചേർത്തു. ശിവ എന്തെങ്കിലും പറയും മുമ്പേ ഫോണിൻ്റെ മറുതലകളിലുള്ള വ്യക്തി പറയുന്നത് കേട്ടതും ശിവ എഴുന്നേരത്ത് ചാടി എഴുന്നേറ്റു. ഒരു നിമിഷം കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ അവൻ നിന്നുപോയി. പിന്നെ എന്തോ ഓർത്ത പോലെ ഫോണിലേക്ക് നോക്കിയതും ആ കോൾ അതിനോടൊപ്പം കട്ടായിരുന്നു. അരുണേ, ഞാൻ വില്ലയിലേക്ക് പോവുക. ക്യാബിനിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ശിവ അങ്ങോട്ട് വന്ന് അരുണിനോട് പറഞ്ഞു. എന്താടാ പെട്ടെന്ന്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ശിവയുടെ പരിഞ്ഞു മുറുകിയ മുഖം കണ്ടതും അരുൺ ചോദിച്ചു. ഇല്ല, എന്നാൽ ഈ പോക്ക് ഒഴിവാക്കിക്കൂടെ? ഇന്നാണ് ആ മാലിന്യ കമ്പനിയുമായുള്ള പ്രോജക്റ്റിൻ്റെ അവസാന ഡേറ്റ്. അതെനിക്കറിയാം, പക്ഷേ ഇപ്പം പോവാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് ശിവ വേഗം ലിഫ്റ്റിൻ്റെ അരികിലേക്ക് നടന്നു. വണ്ടിയിൽ വില്ലിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ശിവ കുറേ വട്ടം ശ്രീയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് നോക്കിയെങ്കിലും കോള് കണക്റ്റ് ആവാത്തത് അവൻ്റെ ആദ്യവും ടെൻഷനും ഒരുപോലെ വർദ്ധിച്ചു. ശ്രീ വില്ലയിലെത്തിയതും മെയിൻ ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ടതും വേഗം വണ്ടി ഒതുക്കി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ശിവ വിളിച്ചുവെങ്കിലും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അവനവിടെ എല്ലായിടത്തും നോക്കിയെങ്കിലും അവളുടെ ഒരു നിഴൽവട്ടം പോലും ശിവക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. ആകെ ഭ്രാന്തെടുക്കാൻ തുടങ്ങിയതും ശിവ മുടിയിൽ കുരുത്ത് വലിച്ച് സെറ്റിയിലേക്ക് ഇരുന്ന് കണ്ണുകൾ അടച്ചു. സ്ത്രീയുടെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും ഇനി എന്തെന്ന ചോദ്യം അവൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. പെട്ടെന്ന് ശിവ എന്തോ ആലോചിച്ചതുപോലെ ഇരുന്നിരുന്നും വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. വേഗത്തിൽ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്ന ശിവ വീടിൻ്റെ സൈഡിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേട്ട് അങ്ങോട്ട് നടന്നു. തൻ്റെ മുന്നിലുള്ള കാഴ്ച കണ്ട ശിവക്ക് ദേഷ്യമാണോ സന്തോഷമാണോ തോന്നുന്നത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ചേട്ടാ പട്ടി, സോറി ലൂണമോനെ, ചേച്ചിൻ്റെ നല്ല കുട്ടിയല്ലേ. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ പോലെ റെഡിക്ക് ആക്ട് ചെയ്യേ. ഈ അഭിനയം ഉള്ളിന്ന് വരാമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എൻ്റെ പൊന്നു കുഞ്ഞല്ലേ, കുറേ നേരമായില്ലേ ഞാൻ നിന്നെ വേണ്ടി കഷ്ടപ്പെടുന്നു. ആ നന്ദി കാണിക്കടാ. ഇതെൻ്റെ പ്രസ്റ്റേജിൻ്റെ ഇഷ്യൂ ആണ് മുത്തേ. ഒന്നുമില്ലല്ലോ, കാലം പോയി കഴിഞ്ഞാൽ നിനക്കിവിടെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഇപ്പം നീ ഞാൻ പറയുന്ന പോലെ ശരിക്കും അഭിനയിച്ചാ ഞാൻ നിനക്ക് നിന്റെ ഫേവറേറ്റ് ബിരിയാണി ഉണ്ടാക്കി. അല്ലേ വേണ്ട, ചിക്കൻ ബിരിയാണി പാർസൽ വാങ്ങി തരണം മുത്തേ. വീടിൻ്റെ സൈഡിലുള്ള ലോണിൽ വെച്ച് ലൂണോയെ വെച്ച് റീൽസ് ചെയ്യാൻ നോക്കുകയാണ് ശ്രീ. പുള്ളിക്കാരിക്ക് ആദ്യം അവനോടുള്ള പേടിയൊന്നും ഇപ്പോൾ ലൂണോടില്ല. കാരണം ശിവ പോയി കഴിഞ്ഞാൽ ശ്രീക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ വിലക്കാണ്. അങ്ങനെയുള്ള സ്ത്രീക്ക് അവിടെ മിണ്ടിയും പറഞ്ഞ് തള്ളി മറിച്ചും കളിച്ചിരിക്കാനുള്ള ഏക കൂട്ട് ലൂണോ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ വന്നാൽ കൂട്ടിലിട്ട കിളികളുടെ അവസ്ഥയാണ് സ്ത്രീക്ക്. ശിവ വീട്ടിലുള്ള സമയം മാത്രമായിരുന്നു അവൾ അടുത്തുള്ള സാവിത്രി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോലും വിട്ടിരുന്നത്. സ്ത്രീയുടെ സ്വഭാവം വെച്ച് അവളെ തനിച്ച് പുറത്തു വിടാൻ ശിവക്കും പേടിയായിരുന്നു. എന്നാലും അവൾക്ക് അതിലൊരു പരാതിയുമില്ല. പരാതി ശിവയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം.
അതുകൊണ്ട് ശ്രീ ദിവസവും എണ്ണി വീട്ടിലേക്ക് പോകാൻ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ലൂണോയെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ശിവ കാറ്റിൻ്റെ വേഗത്തിൽ വന്ന് അവൾ ഇറുകപ്പെടുന്നു. പെട്ടെന്നായതുകൊണ്ട് ശ്രീ ഒന്ന് പേടിച്ചു പോയിരുന്നു. ശ്രീയെ കാണുന്നതും ശിവക്ക് തൻ്റെ ഉള്ളിൽ ആളിപ്പടന്ന തീയിലേക്ക് വെള്ളം കോരി ഒഴിച്ച പോലെയായിരുന്നു. അതുവരെ അവനനുഭവിച്ച പേടിയും ടെൻഷനും ഒക്കെ ആലോചിക്കും തോറും അവളിലുള്ള അവനെ പിടിമുറുകും തോറും അവൾക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി. ഇയാളെ കാല പിടിവിട്, ഞാനിപ്പോൾ ഒടിഞ്ഞു പോകും. അയ്യോ എന്നെ റീൽസ് വിടടാ, ഞാൻ ആ വീഡിയോ നേരത്തെ പോസ്റ്റ് സ്റ്റാർ ആയിക്കോട്ടെ. ഈശ്വര, ഇങ്ങക്ക് ഭ്രാന്തായോ? ശ്രീ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. ശ്രീ പറഞ്ഞതൊക്കെ കേട്ട് ശിവ അവളിലുള്ള പിടി അയച്ചു. താൻ ഇതുവരെ അനുഭവിച്ച ടെൻഷൻ ആലോചിക്കും തോറും ശാന്തമായെന്ന ശിവയുടെ മുഖം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ചുവന്നു തുടങ്ങി. പെട്ടെന്ന് തന്നെ ശിവ ശ്രീയുടെ കവിളിലേക്ക് ആഞ്ഞടിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തിയതും ശ്രീ അവനെ നീക്കം മനസ്സിലാക്കിയതുപോലെ പേടിയോടെ കണ്ണുകൾ ഇറുകിടച്ച് നിന്നു. തൻ്റെ മുന്നിൽ പേടിച്ച് മിഴികൾ ഇറക്കി ചിമ്മി നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും ശിവയുടെ ദേഷ്യം അലിഞ്ഞു പോയിരുന്നു. കുറച്ചു മുമ്പ് വരെ താൻ അനുഭവിച്ചത് ഓർത്തതും ശിവ വീണ്ടും അവൾ ഇറുകപ്പെടുന്നു. ആ കുഞ്ഞുമുഖം തൻ്റെ കൈവെള്ളിൽ കോരിയെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. ആ നിമിഷം അവൻ്റെ മനസ്സും ബുദ്ധിയും പറയുന്നതിനെതിരായിരുന്നു അവൻ്റെ പ്രവൃത്തി. അപ്പോഴും അവൻ്റെ ഉള്ളിൽ കുറച്ചു മുമ്പ് അവനെ തേടി വന്ന ആ കോളായിരുന്നു. ഒരിക്കലും അവളെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും ആയിരുന്നില്ല. ആ നിമിഷം അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ മുളപൊന്തി അവളോടുള്ള അവൻ്റെ ഇഷ്ടം മറന്നീക്കി പുറത്തു വന്നിരുന്നു. ശിവയുടെ പ്രവൃത്തിയിൽ ആരാപ്പോടെ പടക്കം പിടിച്ചെന്ന രീതിയിൽ മറ്റേത് ലോകത്തെന്നപ്പോൾ തറഞ്ഞു നിൽക്കുകയായിരുന്നു ശ്രീ. ശ്രീയെ ഉപദ്രവിക്കുകയാണെന്ന് കരുതി ലൂണോ ശിവയുടെ മേലെ കയറാൻ ശ്രമിച്ചു. ഉച്ചത്തിൽ കുറിച്ചതും അവൻ്റെ ശബ്ദത്തിൽ ബോധം വന്നതുപോലെ ശിവ ശ്രീയിൽ നിന്നും മടന്നു മാറി. അപ്പോഴും ശ്രീ ആ നൃത്തം തന്നെയായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതാ, ഞാനില്ലാത്ത ടൈമിലോട്ട് പുറത്തിറങ്ങരുതെന്ന്. അതെങ്ങനെയാ? ആനസരനായെന്ന് നിനക്ക് പണ്ടേ ഇല്ലാത്ത ഒന്നല്ലേ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. ഡേയ്, നിനക്കെന്താ ചെവി കേൾക്കില്ലേ? ശിവ പറയുന്നതൊന്നും കേൾക്കാതെ അപ്പോഴും പൊളിച്ച് ഒന്നും വിശ്വാസം വരാതെ നിൽക്കുകയായിരുന്നു ശ്രീ. കുന്തം വിഴുങ്ങിയതുപോലെ ഇവിടുന്ന് സ്വപ്നം കാണാതെ അകത്തേക്ക് കയറി പോടി. ശ്രീയുടെ കിളിപോയ നൃത്തം കണ്ട് ശിവ കലിപ്പിൽ അലറിയതും ശ്രീ ഒന്ന് ഞെട്ടി അവനെ നോക്കി. എന്താ? കുന്തം ഉള്ളി പൊടി. കാലമാടൻ, ഇങ്ങനെ പല നേരത്തെ പല സ്വഭാവമാണ് ശിവന്. ഇനി ഇങ്ങനെ മേലെ വല്ല അന്യന്റെ ബാധയും കയറിയോ? ഓരോ നേരം ഓരോ സ്വഭാവമാണ്. ശ്രീ മനസ്സിൽ പെറുപെടുത്ത് നിലത്ത് വീണ് കിടന്ന ഫോണും എടുത്ത് ഉള്ളിലേക്ക് ഓടിപ്പോയി. നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലോ, ആ വാട്ടിൻ്റെ കൂടെ കൂടിയതിൽ പിന്നെ അവളെ പോലെ ആയ നീയും. ശിവ അപ്പോഴും അവനെ നോക്കി കുരക്കുന്ന ലൂണയെ നോക്കി പറഞ്ഞതും അവൻ ശിവയുടെ അടുത്തേക്ക് വന്ന് മുട്ടുരുങ്ങി നിന്നു. പെട്ടെന്നാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത്. നേരത്തെ വന്ന സെയിം നമ്പറിൽ നിന്നും കോള് വന്നത് കണ്ടതും ശിവ ദേഷ്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ശിവയോട് ചേർത്തു. എന്താ മിസ്റ്റർ ശിവരാമൻ, ഭാര്യയെക്കുറിച്ച് ഓർത്ത് പേടിച്ചു പോയോ? ഞാൻ വെറുതെ ഒന്ന് കളിപ്പിച്ചതല്ലേ. ഹു വാസ് യു? കിടന്ന് പെടക്കാതറ ചെറുക്ക, എന്നെ നിനക്ക് അറിയും. മര്യാദക്ക് നീ പിടിച്ചു വെച്ച് എൻ്റെ സുഹൃത്ത് അശോകനെ തുറന്നു വിടുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ കളിച്ച പോലെ ആവില്ല. കാമുകിയെ പോലെ ഭാര്യയെ നഷ്ടപ്പെടുന്നിരിക്കും. ദേവരാജ്, അലറാതെ സാറേ, എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു. ഇനി അത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നീ നിന്റെ ഭാര്യയെ ജീവനോട് കാണില്ല. എൻ്റെ കാൽ കീഴിലിട്ട് ഇല്ലാതാക്കിയിരിക്കും ഞാൻ അവളെ. അത് നിന്റെ വെറും തോന്നലാണ്. ഈ ശിവജീവനോടുള്ളിടത്തോളം അവളൊന്നും തൊടാൻ പോലും നിനക്ക് കഴിയില്ല. പിന്നെ ഇതുപോലെയുള്ള നിന്റെ ഭീഷണിയിൽ ഈ ശിവനാഥരാമൻ വീഴില്ല. അവനെ ഞാൻ നിനക്ക് വിട്ടുതരികയോ നിനക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഓവർ കോൺഫിഡൻസ് കൊള്ളാം സാറേ. ഞങ്ങളെ ഭയന്ന് തന്നെയല്ലേടാ നീ അവളവിടെ തനിച്ചാക്കാൻ പേടിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത്. എത്ര കാലം കഴിയും നിനക്ക് നിന്റെ ചിറകിനുള്ളിൽ അവളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ? നിന്റെ ജീവൻ അധികം വൈകാതെ തന്നെ ഞങ്ങളിങ്ങ് എടുക്കും. പിന്നെ നീ കൊണ്ടു നടക്കുന്ന ആ പെണ്ണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തും. അത് നിന്റെ വെറും തോന്നലാണ് ദേവരാജ്. എനിക്കോ എൻ്റെ പെണ്ണിന് നേരെ ഒരു ചെറുവിരലനക്കാൻ നിനക്കോ നിന്റെ കൂട്ടാളികൾക്കോ കഴിയില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാടാ ശിവ ഈ കളിക്ക് ഇറങ്ങി തിരിച്ചത്. നിന്റെയൊക്കെ നാശം കണ്ടിട്ട് ഇനി ഞാൻ അടങ്ങൂ. നിന്റെ ഈ ധൈര്യമാണ് എനിക്കിഷ്ടം. പിന്നെ നീ ആരോടാ ഈ വെല്ലുവിളിക്കുന്ന ഓർക്കുന്നത് നല്ലതാ. എന്നെ ഓർമ്മപ്പെടുത്താതെ വെച്ചിട്ട് പുറപ്പന്നെ. ദേഷ്യത്തിൽ അതും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്ത് ശിവകാലിപ്പിൽ ചുവന്ന് കണ്ടാൽ മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു. റൂമിലെത്തിയ സ്ത്രീക്ക് അപ്പോഴും കുറച്ചു മുമ്പ് നടന്നൊന്നും വിശ്വസിക്കാനായില്ല. കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിമുഖത്തിലേക്ക് അവൾ കുറച്ചു നേരം നോക്കി നിന്നു. കഴിഞ്ഞു പോയ നിമിഷം ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരുന്തോറും അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. ഇപ്പോഴും അവൻ്റെ ചുംബനങ്ങളുടെ ചൂട് മുഖത്ത് തങ്ങി നിൽക്കുന്നത് പോലെ തോന്നിയതും സ്ത്രീയുടെ കൈകൾ അവൾ പോലും അറിയാതെ അവളുടെ മുഖത്തേക്ക് ചലിച്ചു.
പെട്ടെന്ന് അവളുടെ മൈൻഡിലേക്ക് പല മുഖങ്ങളും തെളിഞ്ഞു വന്നതും ശ്രീ അസ്വസ്ഥതയോടെ മിഴികൾ ഇറുകെ തിന്നി തുറന്നു. അതുവരെ സന്തോഷം കൊണ്ട് വിടുന്ന കണ്ണുകളിൽ ഭയവും അസ്വസ്ഥതയും നിറഞ്ഞിരുന്നു. ചെവിയിൽ പരലിലെയും പല ശബ്ദം മുഴങ്ങി തുടങ്ങിയതും സ്ത്രീ കിതപ്പോടെ ഇരു കൈകൾ കൊണ്ടും ചെവി ഒത്തിപ്പിടിച്ച് അവൾ ബെഡിലേക്ക് പോയി കമിഴ്ന്ന് കിടന്നു. ഇല്ല ശ്രീ, നീ ഒരിക്കലും ഒന്നും മറക്കാൻ പാടില്ല. അനാവശ്യമായ ഒന്നും നിന്റെ ഉള്ളിൽ വേണ്ട. സ്ത്രീ അസ്വസ്ഥതയോടെ പില്ലോയിലേക്ക് മുഖമമർത്തി കിടന്നു. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ശ്രീ തൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ശിവയെ നോക്കി. അവൻ്റെ മുഖത്ത് സ്ഥായീഭാവമായ ഗൗരവം കണ്ട് ശ്രീ ചുണ്ടു കുറിപ്പിച്ചു. ഇങ്ങനെ തിന്നുമ്പോഴെങ്കിലും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീ താടിക്ക് കൈ കൊടുത്ത് അവനെ വീക്ഷിച്ചു. അവൾക്ക് അവനോട് പലതും ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൻ്റെ ഗൗരവം കണ്ട് അവൾ മിണ്ടാതിരുന്നു. എന്താടി നിനക്ക്? ശിവ അവളുടെ നോട്ടം കണ്ട് പ്ലേറ്റിൽ നിന്നും മിഴികൾ ഉയർത്താതെ സ്ത്രീയോട് ചോദിച്ചു. എന്ത്? പിന്നെ എന്തിനാടി ഭക്ഷണം കഴിക്കാതെ കാഴ്ചയും കണ്ടിരിക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ലെങ്കിൽ കൊത്തിപ്പെറുക്കി ഇരിക്കാതെ വേഗം കഴിച്ചിട്ട് പോടി. കാലൻ അങ്ങാടി കണ്ട പരിചയമല്ല. ഇങ്ങനെ ഇപ്പോൾ കണ്ടാൽ പറയൂ, നേരത്തെ കണ്ട ഉമ്മച്ചൻ റൂമിയാണെന്നിത്. ശ്രീ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന ശിവയെ നോക്കി പെറുപെറുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച് കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് ശ്രീ റൂമിലേക്ക് വരുമ്പോൾ ശിവ ശരത്തും ശ്യാമുമായുള്ള വീഡിയോ കോൾ ചെയ്തിരിക്കുന്നത് കണ്ടതും ശ്രീ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി. അവളുടെ പ്രവൃത്തി കണ്ടതും ശിവ അവളെ പല്ല് കടിച്ച് നോക്കി. വന്നല്ലോ വനമാല, എന്താ കാണേത്തെന്ന് കരുതിയിരിക്കായിരുന്നു. ശ്രീയെ കണ്ടതും ശരത് കളിയിൽ പറഞ്ഞു. അതാണ് ഞാൻ. വല്ലാതെ പൊങ്ങല്ലേ. ഹലോ ചേട്ടന്മാരെ, ഇന്നും പെരുവഴിയായോ? ശ്രീ ഹാളിൽ പാവിരിച്ച് കിടക്കുന്ന ശ്യാമിനെയും ശരത്തിനെയും നോക്കി ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കാരണപ്പെട്ട് ലാഭിക്കാൻ വേണ്ടി ഇവിടെ കിടക്കുന്നതാ, അല്ലേ ചേട്ടാ? ശ്യാം പറഞ്ഞതും ശരത്ത് അതേ രീതിയിൽ തലയാട്ടി. അല്ലാതെ അപ്പച്ചിയെ പേടിച്ചിട്ടല്ല. ആട്ടെ, എന്നിട്ട് കാരണമല്ലോ എവിടെ? എന്ത് ചെയ്യാനാ, അച്ഛൻ അവസാന നിമിഷം വെച്ച് കാല് മാറി. ബ്ലഡി ഡാഡ്. ശ്യാം പറയുന്നത് കേട്ട് ശ്രീ ഉറക്കെ ചിരിച്ചു. ഇതിനിടയിൽ എപ്പോഴും ശിവ അവിടുന്ന് പോയിരുന്നു. എടി ശ്രീ, എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ട്. അല്ലേ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ലടി. നീ ക്ഷമിക്കില്ലേ ഞങ്ങളോട്? കുടിച്ച കളിൻ്റെ പുറത്ത് ശ്യാം സെൻറ്റി അടിച്ചു കൊണ്ട് പറഞ്ഞു. എന്തടപ്പോട്ടാ നീ പറയുന്നത്? ശ്യാം പറയുന്നത് കേട്ട് ശ്രീ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ അന്നത്തെ മുത്തശ്ശിയുടെ അറ്റാക്ക് ഒരു നാടകമായിരുന്നു. അതിൻ്റെ മുഖ്യ സൂത്രധാരൻ്റെ ഈ നിൽക്കുന്ന എൻ്റെ എണ്ണും. ശ്യാം ശരത്തിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതും ശരത്ത് ശ്യാമിനെ നോക്കി പല്ല് കടിച്ചു. വാട്ട്, നീ കള്ളം പറയല്ലേ? ഞെട്ടിപ്പോയ ശ്രീ ഇത്തിരി ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അല്ല, നിനക്കറിയോ, നിങ്ങൾ പിരിയാൻ പോവാണെന്ന് ഈ കള്ള പോലീസ് അറിഞ്ഞു. അങ്ങനെ നിങ്ങളെ പിരിക്കാതിരിക്കാൻ വേണ്ടിയാ ഏട്ടൻ മുത്തശ്ശിയും കൂട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്തത്. അതിൽ ഞാൻ നിരപരാധിയാണ്. ശ്യാം പറഞ്ഞതൊക്കെ കേട്ട് ശ്രീ വായും തുറന്നിരുന്നു. പിന്നെ ശരത്തിനൊന്ന് കാനപ്പിച്ച് നോക്കി. സോറി മോളെ, നീ ക്ഷമിക്ക്. മുത്തശ്ശി പറഞ്ഞാലേ നിങ്ങൾ അനുസരിക്കും, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാ. പിന്നെ ഇതൊന്നും ശിവയോട് പറഞ്ഞ് എൻ്റെ കൊച്ചിന് തന്നില്ലാതാക്കരുത്. കള്ളക്കിളവി, എന്തൊരു അഭിനയായിരുന്നു, ദുഷ്ട. താങ്ക്സ്. അച്ഛമ്മയെ നല്ലപോലെ മനസ്സിൽ വിചാരിച്ച് ശ്രീ അവരെ നോക്കി പറഞ്ഞു. ശ്രീ പറഞ്ഞത് കേട്ട് വിശ്വാസം പറഞ്ഞ ശ്യാമും ശരത്തും അവളെ നോക്കി. ചെയ്തു തന്ന ഉപകാരത്തിലുള്ള സമ്മാനെ ഞാൻ തിരിച്ചു വന്നിട്ട് രണ്ടുപേർക്കും വയറ് നിറച്ച് തരാട്ടോ. എടി ശ്രീ, ഞാൻ നിരപരാധിയാണ്. എല്ലാ ഏട്ടനും മുത്തശ്ശിയാ. ആണോ? സാരല്ല, കൂട്ടുപതിക്ക് ഞാൻ സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. ശ്രീ, വേണ്ടടി. ഒന്നില്ലേലും ശിവേണ്ടിട്ട് പണിയാനുള്ള പണികൾ പറഞ്ഞു തരുന്നത് ഈ ഞാനല്ലേ? പട്ടി, എനിക്കിനി വേണ്ട തേണ്ടി നിന്റെ ഐഡിയകൾ. നിനക്കറിയോ, എൻ്റെ ഐഡിയ 8 നിലയിൽ പൊട്ടുന്നോണ്ടാ ഞാൻ നിന്നോട് ചോദിച്ചേ. നിന്റെ കോപ്പിൽ ഐഡിയ കേട്ട് അങ്ങനെ കേട്ട് പണിയാൻ പോയോ എനിക്കിട്ട് ആ നാറിയുള്ള പണി മുഴുവൻ തിരിച്ചടിച്ചത്. കുറച്ച് ദിവസം കൊണ്ട് ഞാനിവിടെ കിടന്ന് നക്ഷത്രത്തിനെയും അമ്പളി മാമനെയൊക്കെ എണ്ണി. എടി, അതൊക്കെ വീട്ട്. ആ കള്ള ശിവേണ്ടിട്ട് കൊടുക്കാൻ പറ്റിയൊരു പുതിയ കാലക്കം പണിയുണ്ട് എൻ്റെ കയ്യിൽ. അയ്യോ, സ്വന്തം ഏട്ടിട്ട് പണി എന്തൊരു ആത്മാർത്ഥത. ആ നീ തന്നെ വെച്ചോ. ഞാൻ അങ്ങേർക്കിട്ട് പണിയിൽ നിന്ന് നിർത്തി. എന്ത് കള്ളം പറയാതെ പോടി. സത്യമാണ്, ഇനിയും പണി വാങ്ങിക്കൂട്ടാൻ വയ്യ. എനിക്കൊരു അവസരം വരും, അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഞാൻ അങ്ങേർക്കിട്ടൊരു പണി കൊടുക്കും. അതും ഇതുപോലെ തിരിച്ചു കിട്ടാതെ നോക്കിക്കോ. ശരത്ത് പറഞ്ഞത് കേട്ട് ശ്രീ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. പിന്നെയും കുറച്ചു നേരം അവരോട് സംസാരിച്ച് കോള് കട്ട് ചെയ്ത് അവൻ്റെ ഫോണും കൊണ്ട് ഗാർഡൻ്റെ സ്റ്റേൺ ബെഞ്ചിലിരിക്കുന്ന ശിവക്കരികിലേക്ക് പോയി.